ഹലോ, ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്ക് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്കും മുതിർന്നവർക്കും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സൂപ്പർ പലഹാരമാണ് കേട്ടോ അത്. അപ്പോൾ മുട്ടയൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ അതേ ഞങ്ങൾ 5 പേർക്ക് 5 മുട്ടയായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 ചെറിയ സബോളയാണ് എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ 1 മതി. അതും ഒരു കഷ്ണം പച്ചമുളകും കുറച്ച് കറിവേപ്പില ചെറുതായി എരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. ഇതാ സബോള ഈ ഒരു കളറാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല ഇല്ലേ അത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ഇല്ലേ. അപ്പോൾ ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയ്ക്ക് പകരം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇതാ അല്പം കാശ്മീരി ചില്ലി ഇല്ലേ നല്ലൊരു കളർ കിട്ടും കേട്ടോ. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് ഇഷ്ടം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ സാധാ മുളക് പൊടി ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഫൈനലി കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ സ്റ്റവ് ഓഫാക്കി ഒരു തുണ്ട് കുരുമുളക് പൊടിച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. വേണ്ട കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ സബോള വഴറ്റുമ്പോഴേക്കും ഞാനൊരു 4 ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ 2 മുട്ട കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പൊട്ടറ്റോ ഈ ഒരു സൈസിനാണ് കേട്ടോ ഉള്ളത്. അതിനെ നന്നായി നമുക്ക് പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് നന്നായി ഉടച്ചെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ നന്നായി ഉടഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ഇതാ നമ്മുടെ മസാല ഇല്ലേ നേരത്തെ സബോളയൊക്കെ വഴറ്റിയത് അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് നമ്മുടെ ചട്ടിയിലിട്ട് കുറച്ചും കൂടി ആ പൊട്ടറ്റോയും കൂടി ഇട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായി നമുക്ക് മിക്സാക്കി എടുക്കണം. എല്ലാ പോലെ മിക്സാക്കുക. ഈ ഒരു മസാല തന്നെ വെറുതെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ആക്കി കഴിഞ്ഞാലും സൂപ്പർ ടേസ്റ്റാട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ട് ചെയ്ത് കൊടുത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഇഷ്ടമെന്നുണ്ടെച്ചാൽ ഇതിൽ കുറച്ച് ക്യാരറ്റും അതേപോലെ നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ അതൊക്കെ വേവിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ പൊട്ടറ്റോനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രബ്സ് തയ്യാറാക്കാനായിട്ട് ബ്രെഡും ഒരു 3 ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ഫ്ലേവറും കേട്ടോ. പിന്നെ അതേ പൊട്ടറ്റോനെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രബ്സ് ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതാ കയ്യിൽ വെച്ച് ഇതേപോലെ പരത്തിയിട്ട് അതിൽ നമുക്ക് മുട്ട വെച്ചിട്ട് മുട്ടേനെ മൊത്തത്തിൽ നമുക്ക് ആ പൊട്ടറ്റോനുള്ളിൽ പൊതിഞ്ഞങ്ങോട്ട് എടുക്കാം. കണ്ട നമ്മുടെ മുട്ടേനെ നമ്മൾ ഹൈഡ് ചെയ്തു. മുട്ട ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ. ഇല്ലല്ലോ, വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടം തോന്നാനായിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കില്ലേ അതുണ്ട് വെച്ചാൽ ആ സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി കുറച്ചും കൂടി ഒരു വെറൈറ്റി തോന്നും. പിന്നെ അതിൽ സ്റ്റിക്കില്ലാത്തതാണ് ഞാൻ ചെയ്യാത്തത്. കണ്ട ഇതേപോലെ ആക്കിയെടുക്കാം നമുക്ക് എല്ലാത്തിനെയും. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളത്രയും ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത്രയും സക്സസ് ആയിട്ടുള്ളത് മാത്രമേ നിങ്ങളായിട്ട് കൂടുതലായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുതേ. പിന്നെ അതിനെ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രബ്സിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേ ബാക്കിയുള്ളതിനും കൂടി നമുക്ക് ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്തെടുക്കാം. ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ടാവും. കുഞ്ഞാറ്റിൻ സൂടും അവിടെ ഒരു പാട്ട് മത്സരം നടത്തുന്നതാണ് കേട്ടോ. നല്ല എളുപ്പമല്ലേ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴായാലും ഇതേപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ.
ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചിക്കൻ കാല് പോലെയൊക്കെ തോന്നിപ്പോവേ. ഇനി ഇതാ വീണ്ടും നമ്മൾ രണ്ടാമത്തേനും അതേപോലെ സെയിമിൽ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രബ്സിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കടയിലൊക്കെ നല്ല വില കൊടുക്കേണ്ടി വരും ഇതേപോലെയുള്ള ഓരോ സ്നാക്സിനൊക്കെ. അപ്പോൾ വീട്ടിൽ നമ്മൾ ചെയ്യുക, എന്നിട്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും. കടയിലൊക്കെ മുട്ടയൊക്കെ എത്രമാത്രം പഴയതാണോ നല്ലതാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ദേ എല്ലാത്തിനും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ദേ ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടാകുമ്പോൾ അതാ ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് അതുകൊണ്ട് ഇടുന്നതായിരിക്കും നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈമ എണ്ണയും തെറിക്കില്ല, നമുക്കൊരു ടെൻഷൻ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് എനിക്ക് എളുപ്പത്തിൽ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഓരോന്ന് വെച്ചിട്ടാട്ടോ ഇതിൽ പൊരിച്ചെടുക്കുന്നത്. 2-3 ഇടാൻ പറ്റും, പക്ഷെ ഓരോന്ന് ചെയ്തെടുക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട്. കുറച്ച് വലിപ്പം കൂടുതലല്ലേ, കുറച്ചും കൂടി വലിയ ചട്ടിയാണെന്ന് വെച്ചാൽ നമുക്കിത് മൊത്തത്തിലിട്ട് പൊരിക്കാം. പിന്നെ ഇതാ വെളിച്ചെണ്ണ ഇതേപോലെ മുങ്ങിക്കെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ചീഞ്ഞിട്ട് എടുത്തത്. അപ്പോൾ അധികം വെളിച്ചെണ്ണയല്ല ഓയിലാട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അധികം ഓയിൽ ഒഴിക്കണ്ടല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പം അത്രേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. ഇനി ബാക്കിയുള്ളതിനും കൂടി ഞാൻ ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഫൈനലി ഇതാ നമ്മളെല്ലാത്തിനെയും പൊരിച്ചെടുത്തിട്ടുണ്ട്. എളുപ്പമല്ലേ ഇത്, പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടിക്കൊള്ളട്ടോ. കാരണം ഒന്നും കുക്കായി വരാനൊന്നുമില്ല, പുറം ഭാഗത്തെ കളർ ചേഞ്ച് മാത്രം ആയാൽ മതി. തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ വീണ്ടും പറയണ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ദേ ഞങ്ങളുടെ ചായ കുടിക്കുന്ന സമയമുണ്ട്. അത് കുഞ്ഞാറ്റനെ വീഡിയോ എടുക്കാനായിട്ട് സോസ് കൂട്ടി കഴിക്കാനായിട്ട് കൂടുതലായിട്ട് ഇത് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുഞ്ഞാറ്റ അങ്ങനെ കഴിക്കാൻ പോണത് അങ്ങനെ കാണിച്ചിരിക്കുകയാണ്. അമ്മേൻ്റെ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഇതാ ഞാനും കഴിക്കാൻ പോവാണ്. നൈസ് ചൂടുണ്ട് കേട്ടോ. വേണ്ട സോസിൽ മുക്കി ഇതാ മുട്ടയുടെ ഫില്ലിങ് കിട്ടിയില്ല. മുട്ടയും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിൻ്റെ ആ മസാലയുടെ കേട്ടോ, സൂപ്പറാണ് മസാല. മുട്ട നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് വെള്ളഭാഗം. അപ്പം പൊട്ടറ്റോ മൊത്തത്തിൽ മുങ്ങിക്കെടുക്കാനായിട്ട് മുങ്ങിക്കെടുക്കാൻ നേരിയ നമ്മുടെ മുട്ടേനെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓയിലിടുമ്പോൾ മുട്ടയുടെ ഏതെങ്കിലും ഭാഗമാണെങ്കിൽ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.